Hi friends, welcome to my channel Commerce Tips. Today we are going to discuss about the golden rules of accounting. ഈ ഗോൾഡൻ റൂൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റൂൾസ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു +1 അക്കൗണ്ടിങ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് പ്രോബ്ലംസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അക്കൗണ്ടിങ് റൂൾസ് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അക്കൗണ്ടൻസി പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് അക്കൗണ്ടിങ് റൂൾസ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അക്കൗണ്ടിങ് റൂൾസ് പഠിക്കുന്നതിന് മുന്നേ ഈ 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിയൽ അക്കൗണ്ട്, ഫസ്റ്റ് വൺ റിയൽ അക്കൗണ്ട് ആണ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് പേഴ്സണൽ അക്കൗണ്ട്, തേർഡ് വൺ ഈസ് നോമിനൽ അക്കൗണ്ട്. ഈ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നോമിനൽ, ഇതൊക്കെ ക്ലിയർ ആയിട്ട് അറിയണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അത് പറയാം. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് കുറേ അസറ്റ്സ് ഉണ്ടാവും. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, അതൊക്കെയാണ് നമ്മുടെ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ അക്കൗണ്ട്സിനെയാണ് യൂഷ്വലി നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിയൽ അക്കൗണ്ടായിട്ട് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ അക്കൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയും, റിയൽ അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, എന്താ, ഓരോ ഇൻഡിവിജ്വലിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അക്കൗണ്ടിനെയാണ് നമ്മൾ യൂഷ്വലി എന്ത് അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്, പേഴ്സണൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി തേർഡ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും, നമ്മുടെ ബിസിനസ്സിൽ കുറേ ഇൻകംസും എക്സ്പെൻസസും വരും. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടുന്ന റെൻറ്റ് കിട്ടി അല്ലെങ്കിൽ കമ്മീഷൻ റിസീവ് ചെയ്തു, അതൊക്കെ നമുക്ക് ഇൻകമാണ്. ഇനി നമ്മൾ പേ ചെയ്യും ഇൻകംസ് അല്ലെങ്കിൽ റെൻറ്റ് പേ ചെയ്യുമ്പോൾ നമുക്കത് എക്സ്പെൻസ് ആയിട്ട് മാറും. സോ ഇൻകംസും എക്സ്പെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടാണ് എന്ത് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. സോ റിയൽ അക്കൗണ്ട് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും, അസറ്റ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അക്കൗണ്ടായിട്ട് അല്ലെങ്കിൽ ഫേമിൻ്റെ ഒരു അക്കൗണ്ടായിട്ട് റിലേറ്റ് ചെയ്ത് വരും. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ടാണ്. ഇത്രയും ക്ലിയർ ആയില്ലേ? സോ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ടിൻ്റെ റൂള്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. അതായത് ഡെബിറ്റ് ചെയ്യുക, നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് എൻട്രി കൊടുക്കുക. പോകുന്നതിന് എന്ത് എൻട്രി കൊടുക്കുക, ക്രെഡിറ്റ് എൻട്രി കൊടുക്കുക. സോ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ്സിലേക്ക് വരുന്നതിനെ എന്ത് ചെയ്യുക. ഇപ്പോൾ അസറ്റ് വന്നു, നമ്മൾ എന്ത് ചെയ്തു, അസറ്റ് വാങ്ങിച്ചു, അപ്പോൾ നമ്മളത് എന്ത് എൻട്രി കൊടുക്കുക, ഡെബിറ്റ് എൻട്രി കൊടുക്കുക. ക്രെഡിറ്റ് വാസ് ഗോട്ട് ഔട്ട്, അത് നമ്മൾ വിറ്റു അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു, അപ്പോൾ നമ്മുടെ പുറത്തേക്ക് പോയി, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് എൻട്രി കൊടുക്കണം, ക്രെഡിറ്റ് എൻട്രി കൊടുക്കണം. ഈ പേഴ്സണൽ അക്കൗണ്ട് വരുമ്പോഴും ആ സെയിം തന്നെ റൂളൊക്കെ, ഓരോ എല്ലാം ഡെബിറ്റും എല്ലാം റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യാറ് യൂഷ്വലി. സോ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ, റിസീവ് ചെയ്യുന്നതിനെ ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ദ ഗിവർ, ക്രെഡിറ്റ് ചെയ്യുക, ഗിവർ പോകുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. നോമിനൽ അക്കൗണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നോമിനൽ അക്കൗണ്ട് എന്തായിട്ട് റിലേറ്റ് ചെയ്ത് വന്നു, എക്സ്പെൻസസും ഇൻകംസുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വന്നത്. സോ എക്സ്പെൻസസ് നമുക്ക് എപ്പോഴും ചിലവാണ്, അപ്പോൾ ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ്, ബിസിനസ്സിൽ തന്നെ എക്സ്പെൻസസും ലോസസും എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഇൻകംസ് അല്ലെങ്കിൽ ഗെയിൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് 3 റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അസറ്റുമായിട്ട് റിലേറ്റ് വരുന്നതാണ്. സോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ്, ബിസിനസ്സിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ദ എക്സ്പെൻസസ് ഓർ ലോസസ് ഓഫ് ദ ബിസിനസ് ആൻഡ് ക്രെഡിറ്റ് ദ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഓഫ് ദ ബിസിനസ്. There are 3 types of account: real account, personal account. So next is real account. റിയൽ അക്കൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്തായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന അക്കൗണ്ടാണ്, അസറ്റ്സ്, ബിസിനസ്സിലെ അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന അക്കൗണ്ടിനെയാണ് യൂഷ്വലി റിയൽ അക്കൗണ്ട് എന്ന് പറയാറ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് റിയൽ അക്കൗണ്ട്. Real account is a general ledger account and does not close at the end of the account year.
ഈ റിയൽ അക്കൗണ്ട് ഒരു ജനറൽ ലെഡ്ജർ അക്കൗണ്ടാണ്. ഇത് എല്ലാ വർഷവും ഓരോ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ ക്ലോസ് ചെയ്യാത്തൊരു അക്കൗണ്ടാണ് ഈ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് റിയൽ അക്കൗണ്ട് ആർ ഓൾസോ റെഫേർഡ് ആസ് പെർമനൻറ്റ് അക്കൗണ്ട്. ഇത് റിയൽ അക്കൗണ്ട് ടെമ്പററി അക്കൗണ്ട് അല്ല, എന്ത് അക്കൗണ്ടാണ്? പെർമനൻറ്റ് അക്കൗണ്ട്. സോ അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട് റിയൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് അക്കൗണ്ട്, ഇറ്റ് ഈസ് എ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ഡസ് നോട്ട് ക്ലോസ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. So second one is personal account. Personal account is a general ledger account. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ലെഡ്ജർ അക്കൗണ്ടാണ്. ഈ പേഴ്സണൽ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഫേം, അസോസിയേഷൻ, ഒരേ കമ്പനി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട്സിനെ യൂഷ്വലി നമ്മൾ എന്ത് പറയും? പേഴ്സണൽ അക്കൗണ്ടാണെന്ന് പറയും. സോ പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് മീൻസ് ബോറോവർ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ്, മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഓർ വൈ അക്കൗണ്ട്, ഇങ്ങനെയുള്ള അക്കൗണ്ട്സ് എല്ലാം യൂഷ്വലി എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? പേഴ്സണൽ അക്കൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ പേഴ്സണൽ അക്കൗണ്ട് ഈസ് ദ ജനറൽ അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് പേഴ്സൺസ് ലൈക്ക് ഇൻഡിവിജ്വൽസ്, ഫേംസ്, കമ്പനീസ് എക്സെട്ര. These are related with individual. These accounts are related with individual. For example, debtors, creditors, banks, etc. So third account is nominal account. Nominal accounts are the general ledger account. നോമിനൽ അക്കൗണ്ട്സും ജനറൽ ലെഡ്ജർ അക്കൗണ്ട് തന്നെയാണ്. ആൻഡ് ആർ ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് ഇയർ. ഓരോ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ബട്ട് റിയൽ അക്കൗണ്ട് എന്ത് ചെയ്യില്ല? ഓരോ അക്കൗണ്ടിങ് ഇയറിലും ക്ലോസ് ചെയ്യില്ല. ബട്ട് നോമിനൽ അക്കൗണ്ട് ഓരോ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ദാറ്റ് മീൻസ് നോമിനൽ അക്കൗണ്ട് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നതാണ്? നോമിനൽ അക്കൗണ്ട്സ് ആർ റിലേറ്റഡ് വിത്ത് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓർ ഗെയിൻസ് ഓർ ലോസസ്. ഇൻകംസ്, ഗെയിൻസ്, എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട്സിനെയാണ് യൂഷ്വലി എന്ത് അക്കൗണ്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? നോമിനൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ റെൻറ്റ് അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് എക്സെട്ര. റെൻറ്റ് റിസീവ്ഡ് ആണ്, റെൻറ്റ് പെയ്ഡ് ഉണ്ടാവും, റെൻറ്റ് റിസീവ്ഡ് ഉണ്ടാവും, റിസീവ് ചെയ്യുമ്പോൾ ഇൻകം ആവും, പേ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആവും. അപ്പോൾ ഓരോ അക്കൗണ്ടും ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ എല്ലാ ഐറ്റംസും ഏത് അക്കൗണ്ടിൽ വരും? നോമിനൽ അക്കൗണ്ടിൽ വരും. നോമിനൽ അക്കൗണ്ട് ഇസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിനെ നമ്മൾ എന്തെന്നും കൂടെ പറയും? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയും. ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട്. ടെമ്പററി അക്കൗണ്ട് എന്ന് പറയാൻ കാര്യം എന്താ? എല്ലാ ഫിനാൻഷ്യൽ ഇയറോ എല്ലാ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ എന്ത് ചെയ്യും? ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. സോ നോമിനൽ അക്കൗണ്ട് എന്താണ്? ഇറ്റ്സ് എ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് ഇയർ. അതുകൊണ്ട് തന്നെ അത് എന്ത് അക്കൗണ്ടാണ്? ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട്. ദീസ് അക്കൗണ്ട് റിലേറ്റ് വിത്ത് ഇൻകം, എക്സ്പെൻസസ് or losses or gains. Example, rent received, commission received, etc. So once again I explained the golden rules of accounting. ഇനി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ അക്കൗണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പേഴ്സണൽ മീൻസ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് മീൻസ് അക്കൗണ്ട് ദാറ്റ് റിലേറ്റ് വിത്ത് അസറ്റ്സ്, നോമിനൽ അക്കൗണ്ട് റിലേറ്റഡ് വിത്ത് ഇൻകംസ് ഓർ ഗെയിൻസ്, എക്സ്പെൻസസ് ഓർ ലോസ്. സോ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് ദ റിസീവർ, credit the giver. Real account rule, debit what comes into the business and credit what goes out from the business. Nominal account rules endana? It relate with expenses. So debit all expenses and losses, credit all incomes, profits and gains. ക്ലിയർ ആയല്ലോ? ഇതാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഈ അക്കൗണ്ടിങ് റൂൾസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ഡിസ്കസ് ഈച്ച് അക്കൗണ്ട് വിത്ത് എക്സാമ്പിൾസ്. സോ ഫസ്റ്റ് റിയൽ അക്കൗണ്ട്. എക്സാമ്പിൾ ഫോർ റിയൽ അക്കൗണ്ട്. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ₹5,000. ഫർണിച്ചർ ഈസ് എൻ അസെറ്റ്. സോ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസെറ്റാണ്. അസെറ്റ് ബിലോങ്സ് ടു വിച്ച് അക്കൗണ്ട്? റിയൽ അക്കൗണ്ട്. സോ അസെറ്റ് റിലേറ്റ് ചെയ്ത് വന്നത് റിയൽ അക്കൗണ്ടിലാണ്. സോ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ എന്താ? റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് വോട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വോട്ട് ഗോസ് ഔട്ട്. ഇതാണ് അക്കൗണ്ടിങ് റൂള്. അസെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള റൂൾ എന്ന് പറഞ്ഞാൽ അതാണ്. സോ ഇവിടെ ഫർണിച്ചറാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എപ്പോൾ എൻട്രി എഴുതുമ്പോഴും നമ്മൾ ബിസിനസ് യൂണിറ്റ് ആയിട്ട് മാറണം. അപ്പോൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ആ ബിസിനസ്സായിട്ട് മാറുകയാണ്. അപ്പോൾ ബിസിനസ് യൂണിറ്റ് നമ്മളായിട്ട് മാറി. സോ ഞാൻ എന്ത് ചെയ്ത്? ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്താണ് റിസീവ് ചെയ്തത്? ദാറ്റ് മീൻസ് ഡെബിറ്റ് വോട്ട് കംസ് ഇൻ. എന്താ വന്നേ? അതിനെ ഡെബിറ്റ് ചെയ്യുക, പോയതിന് ക്രെഡിറ്റ് ചെയ്യുക. വാട്ട് ഗോസ് ഔട്ട്.
സോ ഫർണിച്ചർ റിസീവ് ചെയ്തുകൊണ്ടാണ് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റും. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ അവിടെ കംസ് പോയി ക്യാഷ് കൊടുത്തു. സോ കംസ് ഔട്ടായത് എന്താണ്? ക്യാഷാണ്. സോ അക്കൗണ്ടിങ് എൻട്രി എന്ത് പറഞ്ഞ് ഫർണിച്ചറാണ് കം ചെയ്തത്, ക്യാഷ് എന്ത് ചെയ്ത് ഗോസ് ഔട്ടായിട്ട് മാറി. സോ എൻട്രി എന്ത് വരും? ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. ഇങ്ങനെയാണ് ഒരു എൻട്രി നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഫർണിച്ചറാണ് റിസീവ് ചെയ്തത്, ക്യാഷ് എന്ത് ചെയ്ത് പോയി. സോ എൻട്രി ഈസ് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ, പേഴ്സണൽ അക്കൗണ്ട്. സോൾഡ് ഗുഡ്സ് ടു നിധി ₹14,000. സോൾഡ് ഗുഡ്സ് നിധിക്ക് വിറ്റു. സോ ഇത് പേഴ്സണൽ അക്കൗണ്ടാണ്, നിധിയുടെ അക്കൗണ്ടാണ്. സോ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോഴത്തേക്കും റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ. സോ ഇവിടെ ഗുഡ്സ് നിധിക്ക് വിറ്റു. സോ നിധിക്ക് എന്ത് റിസീവ് ചെയ്തു? ഗുഡ്സ് റിസീവ് ചെയ്തു. അപ്പോൾ നമ്മൾ ബിസിനസ് യൂണിറ്റ് ആയിട്ട് മാറുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്ത്? ഗുഡ്സ് വിറ്റു. റിസീവർ ആരാ? നിധി. സോ നിധീനെ റിസീവ് ചെയ്ത നിധീനെ ഡെബിറ്റ് എൻട്രി കൊടുക്കുക. ഗിവർ ദാറ്റ് മീൻസ് സെയിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് എൻട്രി കൊടുക്കുക. ക്ലിയർ ആയോ? സോൾഡ് ഗുഡ്സ് ടു നിധി, നിധിക്ക് ഗുഡ്സ് കിട്ടി. സോ റിസീവർ ആരാണ്? നിധി. എന്താണ് കൊടുത്തത്? ഗുഡ്സ്. സോ സെയിൽസിന് ക്രെഡിറ്റ് എൻട്രി കൊടുക്കുക. ദ നെക്സ്റ്റ് എക്സാമ്പിൾ, നിധി പേയ്സ് ₹14,000 ക്യാഷ്. നിധി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 14,000 ക്യാഷ് പേ ചെയ്തു. സോ എന്താണ് ബിസിനസ്സിന് റിസീവ് ചെയ്തത്? നമ്മളെപ്പോഴും ബിസിനസ് യൂണിറ്റ് ആയിട്ടാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബിസിനസ് യൂണിറ്റ് ആയിട്ട് മാറണം. സോ നിധി പേയ്സ് ₹14,000 ക്യാഷ്. അപ്പോൾ എന്ത് റിസീവ്? നിധി പേ ചെയ്തു. സോ നമുക്ക് എന്ത് റിസീവ് ചെയ്തു? ക്യാഷ്. ക്യാഷിന് ഡെബിറ്റ് എൻട്രി കൊടുത്തു. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയേ? നിധിയുടെ കയ്യിൽ നിന്ന്. സോ നിധിക്ക് എന്ത് കൊടുക്കണം? ക്രെഡിറ്റ് എൻട്രി കൊടുക്കണം. സോ റിസീവർ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവ് ചെയ്തത് ക്യാഷ്, കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ്? നിധി. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു നിധീസ് അക്കൗണ്ട്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ ഫോർ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ഫസ്റ്റ് എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ₹1,200. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. സോ നമ്മൾ ബിസിനസ് യൂണിറ്റ് ആയിട്ട് ചിന്തിക്കണം എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ നോക്കുക. ഇൻട്രസ്റ്റ് കിട്ടി, അപ്പോൾ എന്താണത്? ഇൻകം ആണ്. ഇൻകം ആണെന്ന് ക്ലിയർ ആയല്ലോ? ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്? ഇൻകം ആണ്. സോ നമ്മളിവിടെ നോക്കേണ്ടത് റൂള്, നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് ഇൻകം ആണ്. സോ ഇൻകത്തിന് എപ്പോഴും എന്ത് കൊടുക്കുക? ക്രെഡിറ്റ് എൻട്രി കൊടുക്കുക. സോ അവിടെ കണ്ടോ? ക്യാഷ് റിസീവ് ചെയ്തു. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇവിടെ ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡിന് എന്ത് കൊടുത്തു? ക്രെഡിറ്റ് എൻട്രി കൊടുത്തു. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്. നെക്സ്റ്റ് നോക്കിയേ, പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ഇൻ ക്യാഷ് ₹12,000. സാലറി കൊടുത്തു. സാലറി കൊടുക്കുമ്പോൾ എനിക്ക് എക്സ്പെൻസ് ആണത്, എൻ്റെ ചിലവാണ്. ഞാൻ ബിസിനസ് യൂണിറ്റ് ആയിട്ട് മാറി. സോ ബിസിനസ് യൂണിറ്റിൽ ഞാൻ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോവാണ്. സോ സാലറി ഈസ് ആൻ എക്സ്പെൻസ്. എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. സോ ഇവിടെ എക്സ്പെൻസ് എന്താണ്? സാലറിയാണ്. അപ്പോൾ സാലറീനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് എൻട്രി കൊടുക്കുക. ക്യാഷ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. സോ ടു ക്യാഷ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? ഇതുപോലെയാണ് ജേണൽ എൻട്രീസ് എഴുതുന്നത്. ജേണൽ എൻട്രീസ് എഴുതി ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്. സോ ജേണൽ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ റൂൾസ് അറിയണം. സോ ക്ലിയറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.